പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയുമെന്ന 9ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകമാകുന്നു. നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ ക യേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്ത്വിതമംബുജം സമജനീതി ചിന്താമഗാത്. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. മഹാർണവ വിഘൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും ന ആലോകയൻ കഹ യേഷ കമലോദരേ മഹതി നിസ്സഹായഃ ഹി അഹം കുതസ്വിത് ഇദം അംബുജം സമജനി ഇതി ചിന്താം അഗാത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. മഹാർണവ വിഘൂർണിതം തത് കമലം കേവലമേവ വിലോക്യ തദുപാശ്രയം തവ തനും തു ന ആലോകയൻ മഹതി കമലോദരേ നിസ്സഹായഃ ഹി യേഷ അഹം കഹ ഇദം അംബുജം കുതസ്വിത് സമജനി ഇതി ചിന്താം അഗാത്. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. മഹാസാഗരത്തിൽ ഒറ്റയ്ക്ക് ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന ആ താമരയെ മാത്രം കാണാൻ കഴിഞ്ഞ ബ്രഹ്മാവിനും അതിൻ്റെ ആശ്രയസ്ഥാനമായ അങ്ങയെ ദർശിക്കുവാൻ മാത്രം സാധിച്ചില്ല. അപ്രകാരം ആ വലിയ പൂവിൽ ഏകാഗിയായി ഇരുന്ന ബ്രഹ്മാവ് താൻ ആരാണെന്നും ആ താമര എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നും ചിന്തിക്കുവാൻ ആരംഭിച്ചു. നമസ്തേ.